ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ എന്തെങ്കിലും റെസിപ്പീസോ അല്ലെങ്കിൽ ബ്യൂട്ടി ഹാക്കോ ഒന്നുമല്ല, നമ്മുടെ സീഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് വൈറൽ അല്ലെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്, ജിം ഫിറ്റ്നസ് ഫ്രീക്സിന് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, വെയ്റ്റ് മാനേജ്മെൻറ്റിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓട്സും അങ്ങനെ ഹെൽത്തി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റുകൾ. ഇതിലെല്ലാവരും കാണുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഫേമസ് ന്യൂട്രീഷനിസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫേമസ് ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ മെയിനായിട്ട് അവരിടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസിലൊന്നാണ് സീഡ്സ്. പല ടൈപ്പ് സീഡ്സ് ഇടുന്നുണ്ട്. ചിയ സീഡ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, അങ്ങനെ പല ടൈപ്പ് സീഡ്സ്. അപ്പോൾ പലർക്കും ഇതിങ്ങനെ സീഡ്സ് ഇങ്ങനെ നമ്മൾ കഴിക്കാവോ? നമ്മൾ സാധാരണ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൽ നിന്നാണല്ലോ സീഡ്സ് കിട്ടുക. ഇതൊക്കെ നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കാറ്. അപ്പോൾ ഹെൽത്തി ഡയറ്റിന് ബ്രേക്ക്ഫാസ്റ്റിൽ ഇത് നമ്മൾ ഇട്ട് കഴിക്കണോ? ഇതെന്താ ഇങ്ങനെ പറയണേ? അങ്ങനെ പല ഡൗട്ടുകളും പലർക്കും ഉണ്ട്. സത്യത്തിൽ ഈ സീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡയറ്റിലായിക്കോട്ടെ, നമ്മുടെ വെയിറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കൺട്രോളിലായിക്കോട്ടെ, നല്ലൊരു ഗെയിം ചേഞ്ചർ തന്നെയാണ് സീഡ്സ്. അപ്പോൾ പല ടൈപ്പ് സീഡ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ സീഡ്സിന് എല്ലാത്തിനും ഓരോ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് സത്യത്തിൽ ആർക്കും അങ്ങനെ അറിയാനും പാടില്ല. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഓരോ സീഡ്സും അതിൻ്റെ ബെനിഫിറ്റ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതിലെല്ലാ സീഡ്സിനെയും ഞാൻ പറയുന്നില്ല. കൂടുതലും ആളുകൾ ഡയറ്റിൽ യൂസ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ കൂടുതലും കാണുന്ന കുറച്ച് സീഡ്സിൻ്റെ, കൂടുതലും ആളുകൾ യൂസ് ചെയ്തിട്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള സീഡ്സിൻ്റെ ബെനിഫിറ്റ്സ് മാത്രമാണ് ഞാനിവിടെ പറയുള്ളൂ. ചിയ സീഡ്സിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിയ സീഡ്സിനെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. ബാക്കിയുള്ള സീഡ്സിനെ പറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ സീഡ്സിനെ പറ്റിയിട്ടാണ്. സത്യത്തിൽ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് ചിയ സീഡ്സിനെ പറ്റിയിട്ടാണ്. കാര്യം കൂടുതൽ ആളുകൾ യൂസ് ചെയ്യണതും സീഡ്സിൽ കൂടുതൽ പോപ്പുലറായിട്ട് നിൽക്കുന്നതും ചിയ സീഡ്സ് ആണ്. കാര്യം ചിയ പുഡിംഗ് റെസിപ്പി, അതായത് ആ സീഡ്സ് മാത്രം വെച്ചിട്ട് നമുക്ക് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കാം. ആൻഡ് ഹെൽത്തി വൈസ് ആണെങ്കിലും കുറച്ച് ബെനിഫിറ്റ്സ് കൂടുതലുള്ള ഒരു സീഡ്സ് ആയിട്ട് ഞാൻ കരുതുന്ന ഒരു സീഡാണ് ചിയ സീഡ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ചിയ സീഡിന് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ ചിയ സീഡിനെ പറ്റി പറയുന്നില്ല. അപ്പം നമ്മുടെ ഈ സൺഫ്ലവർ സീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൺഫ്ലവറിൻ്റെ യെല്ലോ ഫ്ലവർ ഹെഡിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ സീഡ്സ് എടുക്കുന്നത്. കുറച്ച് സെഞ്ച്വറീസ് ആയിട്ട് ഈ സീഡ്സ് മാത്രമായിട്ട് കൾട്ടിവേറ്റ് ചെയ്ത ആളുകൾ യൂസ് ചെയ്യാണ്. കാര്യം അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂവും പ്ലസന്റ് ടേസ്റ്റും ഒക്കെ തന്നെയാണ്. അത്രയ്ക്ക് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഒരു സീഡാണ് നമ്മുടെ സൺഫ്ലവർ. പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡിൻ്റെ അപ്പിയറൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല സ്മോൾ സീഡ്സ് ആയിരിക്കും. ചിയ സീഡിൻ്റെ അത്രയും സ്മോൾ അല്ലെങ്കിലും സ്മോൾ സീഡ്സ് ആണ്. ഫ്ലാറ്റ് ആൻഡ് ഓവൽ ഷേപ്പ്ഡ് ആയിരിക്കും നമ്മുടെ സീഡിൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ സീഡ് 2 ടൈപ്പ് സീഡ് ഉണ്ട്. ആകെ 2 വെറൈറ്റീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് നോൺ ഓയിൽ സീഡ് ഓർ കോൺഫെക്ഷണറി സീഡ്സ്. അനദർ വൺ ഈസ് ഓയിൽ സീഡ് സീഡ്സ്. അതായത് നോൺ ഓയിൽ സീഡ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ലാർജ് ആയിരിക്കും, സൈസിൽ ലാർജർ അതായിരിക്കും. നോൺ ഓയിൽ സീഡ് ആയിരിക്കും ലാർജർ. അത് കൂടുതലും യൂസ് ചെയ്യുന്നത് എന്തിനാ? ബേക്കിങ്ങിനും കുക്കിങ്ങിനും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സീഡ്, നമ്മളിപ്പോൾ ഡയറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഫുഡ് ഐറ്റമായിട്ട് ഉപയോഗിക്കുന്ന സീഡ് നോൺ ഓയിൽ സീഡ് ആയിരിക്കും. പിന്നെ ഉള്ള വെറൈറ്റി ഓയിൽ സീഡ്സ് ആണ്. ഓയിൽ സീഡ്സ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സൺഫ്ലവർ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. ആകെ ഇതുപോലെ 2 വെറൈറ്റീസ് ആണ് സൺഫ്ലവർ സീഡ്സിനുള്ളത്. പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ്സിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ പ്രോട്ടീനെ പറ്റി പറയുകയാണെങ്കിൽ സൺഫ്ലവർ സീഡ്സ് ആർ ഗുഡ് സോഴ്സ് ഓഫ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ. അതായത് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ്റെ ഒരു ഗുഡ് സോഴ്സ് ആണ് നമ്മുടെ സൺഫ്ലവർ സീഡ്സ്. പിന്നെ ഹെൽത്തി ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വൈറ്റമിൻസ്. സൺഫ്ലവർ സീഡ്സ് ആർ റിച്ച് ഇൻ വിറ്റമിൻ ഇ, antioxidant that provides cells from damage and also contain B vitamins like folate and niacin. പിന്നെ ഇതിൽ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെ മിനറൽസ് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സിങ്ക്, അയൺ ആൻഡ് സെലേനിയം. ഇത്രയും മിനറൽസും ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യുലിനറി യൂസസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സ്നാക്കിങ്ങിന് യൂസ് ചെയ്യും. കാര്യം ഇത് റോസ്റ്റ് ചെയ്തിട്ട്, സൺഫ്ലവർ സീഡ്സ് റോസ്റ്റ് ചെയ്തിട്ട് സ്നാക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും.
പിന്നെ നമ്മൾ കുക്ക് ചെയ്യും, നമ്മൾ സലാഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മഫിൻസ് അല്ലെങ്കിൽ ബേക്ക്ഡ് ഗുഡ്സ് എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ സൺഫ്ലവർ സീഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സൺഫ്ലവർ സീഡ്സിൻ്റെ ബെനിഫിറ്റ്സ്. അപ്പോൾ ഇനി ആരും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഓട്സ് കഴിക്കുമ്പോൾ ഒന്നും നമ്മുടെ സൺഫ്ലവർ സീഡ്സ് നമ്മൾ മാറ്റി നിർത്തരുത്. അത്രയ്ക്ക് ബെനിഫിറ്റ്സ് ഉള്ളൊരു സീഡാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് പംകിൻ സീഡ്സിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഓർക്കും പംകിൻ സീഡ്സ്, നമ്മൾ മത്തങ്ങയുടെ കുരുവൊക്കെ എങ്ങനെ കഴിക്കാൻ അങ്ങനെ ഓർക്കും. പക്ഷേ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ, ഇതിൻ്റെ ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ അറിഞ്ഞു കഴിയുമ്പോഴാണ് നമ്മളിൽ പലരും ഇതൊക്കെ കഴിക്കാൻ തുടങ്ങുക. അപ്പോൾ പംകിൻ സീഡ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, ഇതൊരു എഡിബിൾ സീഡ്സ് ആണ്. നമ്മുടെ പംകിൻ്റെ ഉള്ളിൽ കാണുന്ന എഡിബിൾ സീഡ്സ് ആണ് നമ്മുടെ പംകിൻ സീഡ്സ്. ഇതും അതേ സെയിം ഫ്ലാറ്റ് ഓവൽ ഷേപ്ഡ് സീഡ്സ് ആയിരിക്കും. അത്യാവശ്യം സൺഫ്ലവർ സീഡ്സിനേക്കാളും കുറച്ചും കൂടി വലിപ്പം കൂടുതലുള്ള സീഡ്സ് ആയിരിക്കും പംകിൻ സീഡ്സ്. ആൻഡ് ഇതിനും വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പംകിനും വെറൈറ്റീസ് ഉണ്ട്. ഇതിന് 2 വെറൈറ്റീസ് ആണ് ഇതിനുള്ളത്. ഷെൽ ഓൺ പംകിൻ സീഡ്സും ഹൾഡ് പംകിൻ സീഡ്സും. ഈ ഷെൽ ഓൺ പംകിൻ സീഡ്സ് എന്ന് പറഞ്ഞാൽ ദ പംകിൻ സീഡ്സ് ദാറ്റ് സ്റ്റിൽ ഹാവ് ദെയർ വൈറ്റ് ഓർ യെല്ലോയിഷ് ഹൾ ഇൻടാക്ട്. അതായത് അവർക്ക് എന്നാലും, അതായത് ഇതിൻ്റെ പുറത്ത് പംകിൻ്റെ പുറത്തുനിന്ന് എടുത്താലും ഇതിനൊരു യെല്ലോവിഷ് അല്ലെങ്കിൽ വൈറ്റ് ഹൾ ഇൻടാക്റ്റ് ഉള്ള സീഡ്സ് ആയിരിക്കും ഷെൽ ഓൺ പംകിൻ സീഡ്സ്. ദെൻ ദ അതർ വൺ ഈസ് ഹൾഡ് പംകിൻ സീഡ്സ്, also known as pepitas. These are pumpkin seeds that have had their hull removed, leaving only the green seed kernel. അതായത് അതിനങ്ങനെ ഒരു ഷെല്ല് പോലെ സീഡിൻ്റെ പുറമെ ഉണ്ടാവില്ല. അത് ആ റിമൂവ് ചെയ്തിട്ടുള്ള സീഡായിരിക്കും ഹൾഡ് പംകിൻ സീഡ്സ്. ഇതിൻ്റെ ന്യൂട്രീഷണൽ പ്രൊഫൈലിനെ പറ്റി പറയുകയാണെങ്കിലും നല്ല ന്യൂട്രീഷണൽ വാല്യൂഡ് ആയിട്ടുള്ളൊരു സീഡ് തന്നെയാണ് നമ്മുടെ പംകിൻ സീഡ്സ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പംകിൻ സീഡ്സ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൺഫ്ലവർ സീഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പംകിൻ സീഡ്സും ഒരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ്റെ ഒരു ഗുഡ് സോഴ്സ് ആണ്. പിന്നെ ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്, സച്ച് ആസ് omega-3 ആൻഡ് omega-6 ഫാറ്റി ആസിഡ്സ് ആൻഡ് മോണോസാച്ചുറേറ്റഡ് ഫാറ്റ്സും. പിന്നെ ഇതിൽ നമ്മുടെ പംകിൻ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന വിറ്റമിൻസ് പറയാനാണെങ്കിൽ സെവറൽ വിറ്റമിൻസ് ഉണ്ട്. പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ വിറ്റമിൻ ഇ വിച്ച് ഈസ് ആൻ ആൻറ്റി ഓക്സിഡൻറ്റ് ആസ് വെൽ ആസ് വിറ്റമിൻ ബി ലൈക്ക് ഫോളേറ്റ്, നിയാസിൻ ആൻഡ് B6. മിനറൽസ് ഏതൊക്കെയാണ്? നമ്മുടെ സൺഫ്ലവർ സീഡ്സിൽ അടങ്ങിയിരിക്കുന്ന മിനറൽസ് തന്നെയുണ്ട്. മാഗ്നീഷ്യം, മാംഗനീസ്, ഫോസ്ഫറസ്, സിങ്ക്, അയൺ ആൻഡ് കോപ്പർ. പിന്നെ ഇതിൻ്റെ ക്യുലിനറി യൂസസും അതുപോലെ തന്നെ കേട്ടോ. സ്നാക്കിങ്ങിനും കുക്കിങ്ങിനും പിന്നെ നട്ട് ബട്ടേഴ്സിനും, അതായത് ഇത് റോസ്റ്റ് ചെയ്തിട്ട് ക്രീമി ബേസ് ആക്കിയിട്ട് ബട്ടറായിട്ടും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പറയാൻ. ഹെൽത്ത് ബെനിഫിറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഹാർട്ട് ഹെൽത്തിനും പ്രോസ്റ്റേറ്റ് ഹെൽത്തിനും പിന്നെ ഡൈജഷനും എല്ലാം ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സീഡാണ്. നമ്മുടെ ഡൈജഷൻ, എന്തെങ്കിലും ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് അല്ലെങ്കിൽ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തവർക്ക്, പിന്നെ നമ്മുടെ പിന്നെന്താ പറയുക, പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, അതായത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉള്ളവർക്ക്, അതിൻ്റെ റിസ്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു സീഡാണ് പംകിൻ സീഡ്സ്. എസ്പെഷ്യലി നമ്മുടെ ഡൈജഷൻ പ്രോബ്ലം, അതായത് ഡൈജഷൻ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൻ്റെ കൂടെ ഈ സീഡ് ഉൾപ്പെടുത്തിയാൽ നന്നായിട്ട് നമുക്ക് ഡൈജഷനൊക്കെ മാറും. ഇനി നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ഒരു സീഡ് ഫ്ലാക്സ് സീഡ്സ് ആണ്. ഇത് കൂടുതലും ചിയ സീഡിൻ്റെ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു സീഡ് തന്നെയാണ്. കാര്യം ഇത് നമ്മൾ ഫുഡായിട്ട് മാത്രമല്ല, ഈ ഫ്ലാക്സ് സീഡ്സ് കൂടുതലും നമ്മൾ ഫേസ് പാക്കായിട്ടും ഹെയർ പാക്കായിട്ടും ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും വീട്ടിൽ ഹോം മെയ്ഡ് ഹെയർ സ്പാ ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല റെമഡീസായിട്ട് നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് ഫ്ലാക്സ് സീഡ്സ്. നമ്മുടെ ഹെൽത്തി ഹെയറിനും ഹെൽത്തി ബോഡിക്കും ഹെൽത്തി മൈൻഡിനും എല്ലാം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സീഡാണ് ഫ്ലാക്സ് സീഡ്സ്. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് എന്താണെന്നാണ് നമ്മളിനി അടുത്ത് നോക്കാൻ പോകുന്നത്. ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞാൽ, ഫ്ലാക്സ് സീഡിനെ ലിൻ സീഡ്സ് എന്ന് നമ്മൾ പറയും. ഒരു ടൈനി ബ്രൗൺ ഓർ ഗോൾഡൻ കളറിലായിരിക്കും ഈ ഫ്ലാക്സ് സീഡ്സ് ഉണ്ടാവുക. ഫ്ലാക്സ് പ്ലാന്റിൽ നിന്നാണ് നമ്മൾ ഫ്ലാക്സ് സീഡ്സ് കളക്ട് ചെയ്യുക. ഇതിൻ്റെയും ന്യൂട്രീഷണൽ വാല്യൂവും
പൊട്ടൻഷ്യൽ ഹെൽത്ത് ബെനിഫിറ്റ്സും കാരണം തന്നെയാണ് ഈ ഫ്ലാക്സ് സീഡ്സും കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാനും അത് യൂസ് ചെയ്യാനും ആളുകൾ തുടങ്ങിയത്. ഇതിൻ്റെ അപ്പിയറൻസ് തൊട്ട് പറഞ്ഞു വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാക്സ് സീഡ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്ലാറ്റ് ഓവൽ ഷേപ്പ്ഡ് സീഡ്സ് തന്നെയാണ്. തൊടുമ്പോൾ ഭയങ്കര സ്മൂത്ത് ടെക്സ്ചർ ആയിരിക്കും, ഷൈനിങ്ങും ആയിരിക്കും കാണാനായിട്ട്. ഇത് ഗോൾഡൻ യെല്ലോ കളറിലും ബ്രൗൺ കളറിലും കാണാറുണ്ട്. ഇതിനും ടു ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ആണ് കളറിലുള്ളത്. കളർ വെറൈറ്റിയാണ്. ബ്രൗൺ ഫ്ലാക്സ് സീഡ്സും ഉണ്ട്, ഗോൾഡൻ ഫ്ലാക്സ് സീഡ്സും ഉണ്ട്. ഇത് രണ്ടും വെറൈറ്റി ആവാൻ കാര്യം ഇതിന്റെ കളറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി വേറൊരു ഡിഫറൻഷിയേഷൻ ആയിട്ട് ഇതിന് പറയുന്നില്ല. പിന്നെ ഇതിന്റെ ന്യൂട്രീഷണൽ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. Flax seeds are one of the richest plant-based source of alpha-linolenic acid (ALA), a type of omega-3 fatty acid. Omega-3 fatty acids are essential for heart health, brain function and reducing inflammation. Inflammation ഒക്കെ കുറക്കാൻ പറ്റിയിട്ടുള്ള ഒരു എസെൻഷ്യൽ ആസിഡ് ആണ് ഫാറ്റി ആസിഡ്. നമ്മുടെ ഹാർട്ട് ഹെൽത്തിനൊക്കെ വളരെ നല്ലൊരു ആസിഡാണ്. അപ്പോൾ അത് നന്നായിട്ട് ഫ്ലാക്സ് സീഡ്സിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫൈബർ ഉണ്ട്. അത് ഫൈബർ, പ്രോട്ടീൻ, വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇത്രയാണ് ഫ്ലാക്സ് സീഡ്സിലുള്ള ഫൈബറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ആർ ആൻ എക്സലന്റ് സോഴ്സ് ഓഫ് ബോത്ത് സോല്യൂബിൾ ആൻഡ് ഇൻസോല്യൂബിൾ ഡയറ്ററി ഫൈബർ. ദിസ് ഫൈബർ കണ്ടന്റ് സപ്പോർട്ട്സ് ഡൈജസ്റ്റീവ് ഹെൽത്ത്, നമ്മുടെ ഡൈജഷന്, ആൻഡ് പ്രൊമോട്ട്സ് റെഗുലർ ബോളർ മൂവ്മെന്റ്സ് ആൻഡ് ഹെൽപ്സ് റെഗുലേറ്റ് ബ്ലഡ് ഷുഗർ ലെവൽസ്. ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ ലെവൽസിന് എന്തെങ്കിലും പ്രോബ്ലം ഉള്ള ആളുകളാണെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുക, നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ പ്രോട്ടീൻ. Flax seeds contain a significant amount of plant-based protein, making them a good addition to vegetarian and vegan diets. അതായത് വെജിറ്റേറിയൻ ഡയറ്റ്സിൽ കൂടുതലും നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ആഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉണ്ട്. വിറ്റമിൻ B1, വിറ്റമിൻ B6, പിന്നെ ഫോളേറ്റ്, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ആൻഡ് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഫ്ലാക്സ് സീഡ്സിൽ. പിന്നെ ഇതിന്റെ ക്യുലിനറി യൂസസ് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഹോൾ സീഡ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്തിനും സീരിയൽസ് ഉണ്ടാക്കാൻ, യോഗേർട്ട്, സാലഡ്സിൽ, സ്മൂതീസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് സീഡ്, പിന്നെ ഫ്ലാക്സ് സീഡ് ഓയിലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മുടെ ഫ്ലാക്സ് സീഡ്സിനെ പറ്റി സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഫ്ലാക്സ് സീഡ് ഹോൾ സീഡായിട്ട് മാത്രമല്ല നമ്മൾ പല ബ്യൂട്ടി ഹാക്ക് വീഡിയോസിൽ പലതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫേസ് പാക്കായിട്ടും ഹെയർ പാക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മളിത് മറ്റേ ഈ ഫ്ലാക്സ് സീഡ്സ് ഇട്ട് തിളപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം, ആ വാട്ടർ തിളച്ച് ആ വാട്ടർ ജെൽ ടൈപ്പ് ആകും. അത് നമ്മുടെ ഹെയറിൽ മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന് നമുക്കൊരു മോയ്സ്ചറൈസേഷനും ഒരു സ്മൂത്ത് ടെക്സ്ചർ നമുക്ക് ഹെയറിന് കിട്ടും. അതേപോലെ തന്നെ ഈ റൈസ് ഫ്ലോറും ഫ്ലാക്സ് സീഡ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ആ ജെല്ല് നമ്മൾ ഫേസ് പാക്കായിട്ടും ആളുകൾ യൂസ് ചെയ്യാറുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ ലാസ്റ്റത്തെ ക്യുലിനറി യൂസ് ഞാൻ പറഞ്ഞത്. ഫ്ലാക്സ് സീഡ് ഓയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതിനും നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോഴും സ്മൂത്തീസ് ഉണ്ടാക്കുമ്പോഴും ഒക്കെയാണ് ഫ്ലാക്സ് സീഡ് ഓയിൽ യൂസ് ചെയ്യുക. ഫ്ലാക്സ് സീഡിന് പല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒക്കെ കുറക്കാനായിട്ട് നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് സഹായിക്കും. അപ്പോൾ എല്ലാവരും ഫ്ലാക്സ് സീഡ്സും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ കുറച്ച് സീഡ്സേ പറഞ്ഞിട്ടുള്ളൂ. ആകെ നമ്മൾ ചിയ സീഡിൻ്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ പറഞ്ഞത് ഫ്ലാക്സ് സീഡ്സ്, പംകിൻ സീഡ്സ്, സൺഫ്ലവർ സീഡ്സ്, ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് സീഡ്സ്. നമ്പർ ഓഫ് സീഡ്സ് ഇനി നമുക്ക് നമ്മളുടെ ഡയറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സീഡ്സ് ഉണ്ട്. അതെല്ലാം കൂടി നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള 3 സീഡ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും സീഡ്സിനെ പറ്റി കുറച്ചെങ്കിലും നോളജ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഏകദേശം ഇതിൽ അടങ്ങിയിരിക്കുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ന്യൂട്രീഷണൽ ബെനിഫിറ്റ്സ് ആയിക്കോട്ടെ, ഇതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഏത് ബെനിഫിറ്റ്സും ആയിക്കോട്ടെ ഏകദേശം സിമിലർ ആയിട്ട് തോന്നും നിങ്ങൾക്ക് ബെനിഫിറ്റ്സ്. പക്ഷേ എല്ലാ സീഡ്സും നമുക്ക് ഇതിൽ ഈ സീഡ് മാത്രമല്ല, നമുക്ക് എല്ലാ സീഡ്സും നമുക്ക് നല്ല എല്ലാ സീഡ്സും ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള സീഡ്സാണ്. അപ്പോൾ എല്ലാവരുടെയും ഹെൽത്തി ഡയറ്റിൽ
ഇത് ഉൾപ്പെടുത്തുക. ഹാർട്ട് ഡിസീസ് ഉള്ളവരൊക്കെ കൂടുതലും സീഡ്സ് ഒക്കെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ഡയറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ കൺട്രോൾഡ് ആയിട്ട് വെക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.